ഹലോ ഹായ് വിവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് സ്വീറ്റ് അമ്പഴത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ സ്വീറ്റ് അമ്പഴം, മധുര അമ്പഴങ്ങ എന്നൊക്കെ പറയുന്നത് നല്ലൊരു ടേസ്റ്റുള്ളൊരു അമ്പഴങ്ങയാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതാണ് നമ്മുടെ സ്വീറ്റ് അമ്പഴം. കണ്ടോ, കൊലകൊലകളായിട്ട് കായ്ക്കും. ഇതാ നിറയെ കായ്ച്ചു. ഞാൻ പറിച്ച് കുറച്ച് ഉപ്പിലിട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അച്ചാറിടാം, ഉപ്പിലിടാം. ഇത് നമുക്ക് ഇങ്ങനെ കഴിക്കാം. ഉപ്പും മുളകൊക്കെ കൂട്ടി നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ്, വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. സ്വീറ്റ് അമ്പഴം എന്ന് പറയുന്നത് ഓൾ സീസണായിട്ട് നമുക്ക് പറയാം. കാരണം ഏത് സമയത്തും കായ ഇതിലുണ്ടായിക്കൊണ്ടിരിക്കും. ഇത് കണ്ട കുഞ്ഞു കായകൾ ഉണ്ടാവുന്നത് കണ്ട. ഒരു സ്ഥലത്തെ കായ തീരുമ്പോഴത്തേക്കും വേറൊരു സ്ഥലത്ത് കായ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇവിടെ പൂവിട്ട് തുടങ്ങി, കുഞ്ഞു കായകൾ പിടിച്ചു തുടങ്ങി. അപ്പോൾ ഇതെല്ലാ സമയത്തും നമുക്ക് ഒരു ഓൾ സീസണായിട്ട് തന്നെ കായ ഉണ്ടാവുന്നൊരു ചെടിയാണ്. അപ്പോൾ സ്വീറ്റ് അമ്പഴം നല്ല കഴിക്കാൻ നല്ല മധുരമുള്ള സാധനമാണ്. അതിന് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ശകലം ഇതിനകത്ത് കുരുവുള്ളൂ. മറ്റേ നമ്മുടെ സാധാ അമ്പഴത്തിനകത്ത് കുരു ആയിരിക്കും കൂടുതലുണ്ടാവുക, ഫ്ലഷ് കുറവായിരിക്കും. പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല, ഇതിനകത്ത് ചെറിയൊരു സീഡായിരിക്കും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഇതിന്നൊരു കായ പറിച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടോ, ഇത് നല്ല മൂത്ത് വിളഞ്ഞതാണ്. അപ്പോൾ ഇതിനെ കട്ട് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഇതിനകത്തുള്ള സീഡും അതിൻ്റെ ഫ്ലഷൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. സ്വീറ്റ് അമ്പഴം ഞാൻ നിങ്ങൾക്ക് സീഡാണ് ഇതിലത്തെ കാണിച്ചു തരുന്നത്. സീഡ് എങ്ങനെയാണെന്നുള്ളത് എന്താ. അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്തു സ്വീറ്റ് അമ്പഴം. നോക്കൂ, ഇതിനകത്ത് കണ്ടോ ഫ്ലഷാണ് കൂടുതൽ. ഇതാണ് അതിൻ്റെ സീഡ്, വളരെ ചെറിയ സീഡ്സാണ്. കണ്ടോ, നമ്മുടെ സാധാ അമ്പഴത്തിന് മുഴുത്ത സീഡായിരിക്കും ഉണ്ടായിരിക്കുക, ഫ്ലഷ് കുറവായിരിക്കും. പക്ഷേ ഇത് നല്ല കണ്ടോ, ഇതിനകത്തുനിന്ന് ഇത്രയും കിട്ടി നമുക്ക്. ഫ്ലഷ് കൂടുതലാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. മധുരമ്പഴം പറഞ്ഞാൽ ചെറുതായിട്ടുള്ളൊരു പുളിയുള്ളൂ, ചെറിയൊരു പുളിയോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ്. ശകലം ഉപ്പും മുളകൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് പറയാൻ പറ്റില്ല. ആ മധുരവും ആ ചെറിയൊരു പുളിയും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉള്ളതാണ് മധുരമ്പഴം. അപ്പോൾ സ്വീറ്റമ്പഴം ഇതാ ഇങ്ങനൊരു ബുഷിയായിട്ടാണ് അത് വളരുക. പണ്ടത്തെ മരം പോലെ വലിയൊരു മരമായിട്ട് പോവില്ല. ഇത് എയർ ലെയർ ചെയ്തൊരു ചെടിയാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ എയർ ലെയർ ചെയ്ത ചെടികളെല്ലാം നമുക്കിപ്പോൾ അവൈലബിളാണ് നഴ്സറികളിൽ. എനിക്കൊരു നഴ്സറി ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി. അപ്പോൾ ഇത് വലിയൊരു മരമൊന്നും ആയിട്ട് പോവില്ല. ഇത് ഇതേപോലൊരു ചട്ടിക്കകത്ത് വളർത്താം, മുറ്റത്ത് നടാം. നമുക്ക് എവിടെയാണോ നിങ്ങൾക്ക് സ്ഥലമുള്ളത് വെച്ചാൽ അവിടെ എല്ലാം നടത്താം. ഒരു കുറ്റിച്ചെടി പോലെ ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാനും ഏത് സമയത്തും കായ ഉണ്ടാവുകയും ചെയ്യും. നല്ല ടേസ്റ്റ്. അമ്പഴങ്ങ കറിയൊക്കെ വയ്ക്കാം, കറിയിലോ മീൻ കറിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പിലിടാം, അച്ചാറിടാം, അതെല്ലാറ്റിനും പറ്റുന്നതാണ്. അതിനേക്കാൾ കൂടുതൽ ഉപ്പും മുളകൊക്കെ ചേർത്ത് കഴിക്കാൻ കേമനാണ്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. കാരണം ചെറിയൊരു പുളി ആ മധുരത്തോടു കൂടെ കുറച്ച് ഉപ്പും മുളകൊക്കെ ഇങ്ങോട്ട് ചേരുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വാങ്ങിച്ച് വെക്കുക. ഇതേപോലെ ചെറിയൊരു ചട്ടിയിൽ കായ്ച്ചാൽ മതി. നിങ്ങളുടെ വീട്ടിലുള്ള പിള്ളേർക്കൊക്കെ കൊടുക്കാൻ, ഇടയ്ക്കൊന്ന് ഉപ്പിലിടാനും ഒക്കെ നിങ്ങൾക്ക് കിട്ടും സ്വീറ്റ് അമ്പഴം. അപ്പോൾ സ്വീറ്റ് അമ്പഴത്തിനെ കുറിച്ചിട്ടൊക്കെ ഇത്രയാണ് പറയാനുള്ളത്. പോട്ടി മിക്സ് ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞു. ഞാൻ എല്ലാറ്റിനും ഒരേ പോട്ടി മിക്സാണ് കൊടുക്കുന്നത്. അതുതന്നെയാണ് ഇതിനും കൊടുത്തിരിക്കുന്നത്. ഇതും അതേ പറഞ്ഞ പോലെ ഒരു ചട്ടിക്കകത്താണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ ഇതൊരു 3 വർഷം ആയിട്ടുണ്ട്. കണ്ടോ, നിറയെ കായ്ക്കും. കുഞ്ഞിലേ ഇത് കായ്ക്കുന്നതാണ് അമ്പഴങ്ങ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് സ്വീറ്റ് അമ്പഴത്തിനെ കുറിച്ച് പറയാൻ ഉള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടുന്നതാണ്. വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.